ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി RSP നേതാവ് NK പ്രേമചന്ദ്രൻ MP. സ്ത്രീ പ്രവേശനത്തിന് ക്രമീകരണങ്ങൾ ഒരുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. പന്തളത്തെ കോൺഗ്രസ് വിശ്വാസ സംഗമ സമാപന വേദിയിലാണ് NK പ്രേമചന്ദ്രൻ MP വിവാദമായ ഈ പരാമർശം നടത്തിയത്. നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത്. ഈ പരാമർശം നടത്തിയതിന് പിന്നാലെ സൈബർ ഇടങ്ങളിൽ NK പ്രേമചന്ദ്രനെതിരെ ഇടത് ഹാൻഡിലുകൾ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. വിഷചന്ദ്രൻ എന്നാണ് മന്ത്രി V ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ആധികാരികമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പൊറോട്ട ബീഫ് പരാമർശം നടത്തിയതെന്നും NK പ്രേമചന്ദ്രൻ MP ഇന്ന് വ്യക്തമാക്കി. 2019 ജനുവരി മാസം 2-ാം തീയതിയാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും പോലീസിന്റെ സമ്പൂർണ്ണ സംരക്ഷണത്തോടുകൂടി ശബരിമല ചവിട്ടാൻ അല്ലെങ്കിൽ മല ചവിട്ടാനും അതിന് പോലീസ് അകമ്പടിയോടുകൂടി അവിടെ എത്തിച്ചേരുന്ന സ്ഥിതി ഉണ്ടായത്. കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു, കനകദുർഗയ്ക്കും ബിന്ദു അമ്മിണിക്കും പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടപ്പോൾ അത് വാങ്ങിക്കൊടുത്ത് അതിനുശേഷമാണ് പോലീസ് വാനിൽ വൻപിച്ച പ്രക്ഷോഭം നടക്കുമ്പോൾ, പ്രതിഷേധം നടക്കുമ്പോൾ ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം മല ചവിട്ടാൻ കൊണ്ടുപോയത്. ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോഴും VD സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം CPM സൈബർ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കനത്ത കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. NK പ്രേമചന്ദ്രൻ MPയുടെ ബീഫ് പരാമർശം വർഗീയ ധ്രുവീകരണവും കലാപവും ലക്ഷ്യമിട്ടെന്ന ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മിണി. അടിസ്ഥാനരഹിതമായ ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. രഹ്ന ഫാത്തിമയ്ക്കൊപ്പം ശബരിമലയിൽ പോയിട്ടില്ലെന്നും ബിന്ദു അമ്മിണി പറഞ്ഞു. ബിന്ദു അമ്മിണിയുടെ വാക്കുകളിലേക്ക്. എനിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നത് മാത്രമല്ല, ഒരു വലിയ കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. ഇപ്പം എനിക്കെതിരെയുള്ള പല ആരോപണങ്ങളെയും ഞാൻ ഇതിലും വലിയ ആരോപണങ്ങളെയും ഞാൻ അത് നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അദ്ദേഹം ഒരു വലിയ കലാപത്തിന് തിരി കൊളുത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ വിട്ടുകളയണമെന്ന് തോന്നുന്നില്ല. കളവായ ആരോപണം, ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കളവായ ഒരു ആരോപണം എന്നതിലുപരി ഇവിടെ വർഗീയ ലഹളയ്ക്ക് കാരണമായേക്കാവുന്ന വർഗീയ ലഹള പുറപ്പെട്ടേക്കാവുന്ന തരത്തിലുള്ള ഒരു ആരോപണം രഹ്ന ഫാത്തിമയും ബിന്ദു അമ്മിണിയും ചേർത്ത് കൂട്ടിക്കെട്ടി അദ്ദേഹം വ്യാജമായി സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. TV പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം. വെൽക്കം ബാക്ക് TV പ്രസാദ്. എന്താണ് തെളിവ് എന്നുള്ള ചോദ്യം ബിന്ദു അമ്മിണി മാത്രമല്ല കേരളം മുഴുവൻ ചോദിക്കുന്നുണ്ട്. സൈബർ ഇടങ്ങളിൽ നമ്മൾ ആ ചോദ്യം കേൾക്കുന്നുണ്ട്. തനിക്ക് ആരാണ് വിവരം തന്നതെന്ന് ഇന്നും NK പ്രേമചന്ദ്രൻ വെളിപ്പെടുത്തുന്നില്ല. ഒരുപക്ഷെ സോഴ്സ് അജ്ഞാതമാക്കി വെക്കുകയാണോ അദ്ദേഹം? സുജയ, പരിപാടിയിൽ ഞാനും ഉണ്ടായിരുന്നു. പന്തളത്തെ പരിപാടിയിലാണ് NK പ്രേമചന്ദ്രൻ പ്രസംഗിക്കുന്നത്. UDFന്റെ വിശ്വാസ ആചാര സംരക്ഷണ പദയാത്ര അത് കഴിഞ്ഞുകൊണ്ടുള്ള സംഗമം. ആ സംഗമത്തിലാണ് പന്തളത്ത് വെച്ച് NK പ്രേമചന്ദ്രൻ ഇത് പറഞ്ഞത് എന്നുള്ളതാണ്. അതായത് പിണറായി വിജയനും LDF സർക്കാരും ചേർന്ന് ശബരിമലയെ ഇല്ലാതാക്കാൻ നോക്കി എന്നുള്ളത്, അതായത് വിശ്വാസികൾക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് ഒരു ഫ്ലോയിൽ പറയുന്നതിനിടയിലാണ് ഈ പൊറോട്ടയും ബീഫും അതിലേക്ക് കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ പൊറോട്ടയും ബീഫും കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യം നമുക്കാർക്കും അറിയില്ല. അത് വസ്തുതയാണോ അല്ലയോ എന്നുള്ള കാര്യം വിശദീകരിക്കേണ്ടത് ഇനിയിപ്പോൾ NK പ്രേമചന്ദ്രൻ തന്നെയാണ്. പക്ഷേ അതിൽ പ്രേമചന്ദ്രൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അന്ന് ആചാര ലംഘനം നടത്താൻ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും LDF സർക്കാരിൻ്റെ സംവിധാനങ്ങളും പരമാവധി ശ്രമിച്ചു. സ്ത്രീകളെ മലകയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെ പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടു. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് TV പ്രസാദ്, ഈ 6-6.5 കൊല്ലം ഈ പൊറോട്ടയുടെയും ബീഫിന്റെയും കാര്യം ആരും പറഞ്ഞില്ലല്ലോ. അത്രയും രഹസ്യമായി ഈ വിവരങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുകയായിരുന്നോ NK പ്രേമചന്ദ്രൻ MP? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സുജിയ. ഇതാരാണ് പറഞ്ഞത് എന്നത് സംബന്ധിച്ച് ഈ പറയുന്ന ഇത്രയും കാലത്തിനിടയിൽ ഇല്ലാത്തൊരു ആരോപണമാണ് ഉയർന്നു വന്നത്. ഒരു പക്ഷേ ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി, അതായത് ബീഫ് കഴിച്ചിട്ടാണ് അവർ പോയത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് കുറച്ചുകൂടി ആവേശമായിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതാണോ? അതല്ല
പ്രേമചന്ദ്രന് കൃത്യമായ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ബന്ധപ്പെട്ടവർ പറഞ്ഞു കൊടുത്തതാണോ എന്ന വിവരം അത് വിശദീകരിക്കേണ്ടത് NK പ്രേമചന്ദ്രനാണ്. പക്ഷേ പ്രേമചന്ദ്രൻ ഈ പൊറോട്ട ബീഫ് പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടായിരിക്കും. അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയല്ലേ, കള്ളം പറയില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. NK പ്രേമചന്ദ്രൻ MP പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒന്നുകിൽ ആ പൊറോട്ടയും ബീഫും കഴിച്ചത് എവിടെ നിന്ന്, അല്ലെങ്കിൽ ആ കഴിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും വെളിപ്പെടുത്തിയതാണോ, കണ്ടു നിന്നവർ വെളിപ്പെടുത്തിയതാണോ, അതൊക്കെ ഒന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവരൊക്കെ ചമ്മിപ്പോകും. അപ്പോൾ പെട്ടെന്ന് NK പ്രേമചന്ദ്രൻ MP യുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.